നമസ്കാരം കൂട്ടുകാരെ. ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിലെ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ പാത്രം കഴുകുന്നത്, അല്ലേ? രാവിലെ ചായക്കപ്പ് മുതൽ രാത്രി ഡിന്നർ കഴിഞ്ഞുള്ള വലിയ പാത്രങ്ങൾ വരെ. ചിലപ്പോൾ പാത്രങ്ങൾ കുന്നുപോലെ കിടക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും തോന്നും. പക്ഷേ കുറച്ചെറിയുന്ന സമയം പാത്രം കഴുകുന്ന സമയം കുറയ്ക്കാനും കഴിയും. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ ടിപ്പുകളിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഭക്ഷണം കഴിച്ച ഉടനെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുന്ന ശീലമുണ്ടാക്കൂ. ചിലർ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അതേപടി മണിക്കൂറുകളോളം സിങ്കിൽ വെക്കാറുണ്ട്. അപ്പോൾ കറിയും ചോറും ഉണങ്ങി പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. പിന്നീട് എത്ര ഉരച്ചാലും പോകാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി. പിന്നീട് കഴുകുമ്പോൾ വളരെ എളുപ്പത്തിൽ വൃത്തിയാകും. സമയം ലാഭിക്കാനും കൈക്കധികം ബുദ്ധിമുട്ട് വരാതിരിക്കാനും ഈ ഒരു ചെറിയ ശീലം മാത്രം മതി. ടിപ്പ് നമ്പർ 2. കഴുകാൻ തുടങ്ങുന്നതിനു മുൻപ് എല്ലാ പാത്രങ്ങളും ഒന്ന് അടുക്കി വയ്ക്കൂ. ഗ്ലാസുകൾ ഒരു ഭാഗത്ത്, സ്പൂണുകൾ ഒരു ഭാഗത്ത്, പ്ലേറ്റുകൾ വേറെ, ചട്ടികളും പാനുകളും വേറെ. ഇങ്ങനെ ക്രമപ്പെടുത്തി കഴുകിയാൽ ഓരോ സാധനവും തിരഞ്ഞ് സമയം കളയേണ്ടി വരില്ല. ജോലി വളരെ വേഗത്തിൽ മുന്നോട്ടു പോകും. ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷേ ദിവസവും ചെയ്താൽ എത്ര സമയം ലാഭിക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ടിപ്പ് നമ്പർ 3. കഴിയുമെങ്കിൽ ചെറുചൂടുള്ള വെള്ളം ഉപയോഗിക്കൂ. എണ്ണയും കൊഴുപ്പും പിടിച്ച പാത്രങ്ങൾ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചെറുചൂടുള്ള വെള്ളം ഉപയോഗിച്ചാൽ എണ്ണ പെട്ടെന്ന് ഇളക്കും. അധികം ഉരയ്ക്കേണ്ടി വരില്ല. ഡിഷ് വാഷും കുറച്ചു മതി. പ്രത്യേകിച്ച് മീൻ വറുത്ത പാനും ബിരിയാണി ഉണ്ടാക്കിയ പാത്രങ്ങളും ഇതുപോലെ കഴുകിയാൽ വ്യത്യാസം കാണാം. ടിപ്പ് നമ്പർ 4. വളരെ അഴുക്കുള്ള പാത്രങ്ങൾ ഉടനെ ഉരയ്ക്കാൻ ശ്രമിക്കരുത്. പകരം 5 മുതൽ 10 മിനിറ്റ് വരെ വെള്ളത്തിൽ മുക്കിവെക്കുക. ആവശ്യമെങ്കിൽ ഒരു തുള്ളി ഡിഷ് വാഷും ചേർക്കാം. അതിനുശേഷം കഴുകുമ്പോൾ അഴുക്ക് വളരെ എളുപ്പത്തിൽ ഇളക്കിപ്പോകും. സമയം മാത്രമല്ല, കൈവേദനയും കുറയും. ടിപ്പ് നമ്പർ 5. പാത്രങ്ങൾ കഴുകുമ്പോൾ ഒരു ക്രമം പാലിക്കൂ. ആദ്യം ഗ്ലാസുകൾ, പിന്നെ സ്പൂണുകൾ, അതിനുശേഷം പ്ലേറ്റുകൾ, അവസാനം ചട്ടികളും എണ്ണയുള്ള പാത്രങ്ങളും. ഇങ്ങനെ ചെയ്താൽ ആദ്യം ഉപയോഗിച്ച വെള്ളം തന്നെ കൂടുതൽ സമയം വൃത്തിയായി തുടരും. സോപ്പും വെള്ളവും കുറച്ച് മതിയാകും. ടിപ്പ് നമ്പർ 6. ഡിഷ് വാഷ് കൂടുതൽ ഉപയോഗിച്ചാൽ പാത്രം കൂടുതൽ വൃത്തിയാകുമെന്ന് പലരും കരുതാറുണ്ട്. പക്ഷേ അതല്ല സത്യം. ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. കൂടുതൽ സോപ്പ് ഉപയോഗിച്ചാൽ അത് കഴുകിക്കളയാനും കൂടുതൽ സമയം വേണ്ടിവരും. അതിനാൽ അളവിൽ മാത്രം ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ടിപ്പ് നമ്പർ 7. സിങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടാൻ അനുവദിക്കരുത്. ഇടയ്ക്കിടെ അവ എടുത്തു കളയുക. അല്ലെങ്കിൽ വെള്ളം പോകാതെ തടസ്സപ്പെടുകയും ദുർഗന്ധമുണ്ടാകുകയും ചെയ്യും. ജോലിക്കിടയിൽ ചെറിയ ഇടവേളയെടുത്ത് സിങ്ക് ഒന്ന് വൃത്തിയാക്കിയാൽ ബാക്കി പാത്രങ്ങളും വേഗത്തിൽ കഴുകി തീർക്കാം. ടിപ്പ് നമ്പർ 8. കഴുകിയ പാത്രങ്ങൾ ഉടനെ ഡ്രെയിനിംഗ് റാക്കിൽ വയ്ക്കുക. ചിലർ എല്ലാ പാത്രങ്ങളും കഴുകി കഴിഞ്ഞിട്ട് മാത്രമേ അടുക്കി വയ്ക്കൂ. പക്ഷേ ഓരോന്നായി റാക്കിൽ വച്ചാൽ വെള്ളം സ്വയം വാർന്നുപോകും. പിന്നീട് തുടച്ച് സമയം കളയേണ്ടി വരില്ല. ഇതുവരെ പറഞ്ഞ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അവസാന 2 ടിപ്പുകൾ നോക്കാം. ടിപ്പ് നമ്പർ 9. പാത്രം കഴുകുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കൂ. ഒരു മെസ്സേജ് നോക്കാം, ഒരു റീൽ മാത്രം കാണാമെന്ന് വിചാരിച്ചു തുടങ്ങുമ്പോൾ അറിയാതെ സമയം പോകും. കുറച്ചു സമയം ഫോൺ മാറ്റിവെച്ച് ശ്രദ്ധയോടെ ജോലി ചെയ്താൽ പാത്രം കഴുകുന്നത് നിങ്ങൾ കരുതുന്നതിനും വേഗത്തിൽ തീരും. ടിപ്പ് നമ്പർ 10. പാത്രങ്ങൾ കൂട്ടിവെക്കുന്ന ശീലം ഒഴിവാക്കൂ. രാവിലെ ഉപയോഗിച്ച പാത്രങ്ങൾ ഉച്ചയിലേത് രാത്രി വരെ ഇങ്ങനെ മാറ്റിവെച്ചാൽ അവസാനം ഒരു വലിയ കൂമ്പാരമായിരിക്കും. പക്ഷെ ഓരോ ഭക്ഷണത്തിനു ശേഷവും 5-10 മിനിറ്റ് എടുത്ത് പാത്രങ്ങൾ കഴുകിയാൽ ഒരിക്കലും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല.
ഇനി ഒരു ചെറിയ ബോണസ് ടിപ്പ് കൂടി പറയാം. പാചകം ചെയ്യുമ്പോൾ ഒഴിവാകുന്ന ചെറിയ സമയങ്ങളിൽ ഉപയോഗിച്ച സ്പൂണുകളും കത്തിയും ചെറിയ ബൗളുകളും കഴുകി വയ്ക്കൂ. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം കഴുകാനുള്ള പാത്രങ്ങളുടെ എണ്ണം തന്നെ കുറയും. മറ്റൊരു കാര്യം, കുടുംബത്തിലെ എല്ലാവർക്കും കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കൂ. സ്വന്തം പ്ലേറ്റും ഗ്ലാസും സിങ്കിൽ കൊണ്ടുവയ്ക്കുക പോലുള്ള ചെറിയ ശീലങ്ങൾ പോലും വീട്ടുജോലി കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ 10 ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തോന്നിയത് ഏതാണ്? കമന്റിൽ തീർച്ചയായും എഴുതണം. നിങ്ങളുടെ ഒരു കമന്റ് മറ്റുള്ളവർക്കും ഉപകാരപ്പെടാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ. ഇതുവരെ ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കണും അമർത്താൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ കിച്ചൺ ടിപ്പുകളും ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഉപകാരപ്രദമായ ടിപ്പുമായി വീണ്ടും കാണാം. അതുവരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കൂ. നമസ്കാരം.